الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാൻ സാധിക്കും, ലാ തജ്അലു ബുയൂതകും മഖാബിർ ഇന്ന ശൈത്താൻ യൻഫിറു മിനൽ ബൈത്തി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. റവാഹു മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം, നിങ്ങൾ വീടുകളിൽ കബറിടങ്ങളാക്കരുത്. കബറിടങ്ങളുടെ ഒരു പ്രത്യേകത, അവിടെ ഇബാദത്തില്ല, അവിടെ യാതൊരു നിലക്കുമുള്ള ഇബാദത്തുകൾക്കും സ്ഥാനമില്ലാത്ത സ്ഥലമാണ്. അതുപോലെ ആ രീതിയിൽ നിങ്ങളുടെ വീടുകളാക്കരുത്. വീട്ടിൽ ഒരു തരത്തിലുള്ള ഇബാദത്തും നടക്കാതെ ഒരു ശ്മശാനം പോലെ അതിനെ ആക്കിക്കളയരുത്. വീടുകളിൽ നമ്മളുടെ സുന്നത്ത് നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ ഖുർആൻ പാരായണങ്ങൾ, ദിക്റുകൾ, അള്ളാഹുവിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചുമുള്ള ചർച്ചകൾ, ഇതുപോലുള്ള ദിക്റുകളെല്ലാം പരമാവധി കഴിയുന്നത്ര വീട്ടിൽ നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു അധ്യാപനം. സുന്നത്ത് നമസ്കാരം എല്ലാം തന്നെ വീട്ടിൽ നമസ്കരിക്കലാണ് പ്രത്യേകം പുണ്യമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തും അതുതന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. സുന്നത്ത് വീട്ടിൽ നിന്ന് നമസ്കരിച്ച് ഫർളല്ലാത്ത എല്ലാ നമസ്കാരങ്ങളും പരമാവധി വീട്ടിൽ നിന്ന് തന്നെ നമസ്കരിക്കുന്ന ഒരു രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടായിരുന്നത്. ഇത് നമ്മളുടെ വീട്ടിലുള്ളവർക്ക് ഒരു പ്രചോദനമായി തീരാൻ കാരണമായി തീരുമെന്ന് ഉലമാക്കൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. നമ്മളുടെ കുട്ടികളും പേരമക്കളും അതുപോലെ നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരും തന്നെ വീട്ടിലുള്ളവർ നമ്മളുടെ നമസ്കാരം കാണുകയും അതിൽ നിന്നും അവർക്കൊരു പ്രചോദനം ഉണ്ടാവുകയും ചെയ്തേക്കാം എന്ന് ഉലമാക്കൾ വിശദീകരിക്കുന്നതായി കാണാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മളുടെ വീട്ടിൽ നിന്നും ഒരു ഇബാദത്തിന്റെ ഒരു ഭാഗം നമ്മളുടെ വീട്ടിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാച് വിരണ്ടോടുന്നു. ഇബ്ലീസിന് സ്ഥാനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നതായി കാണാൻ സാധിക്കും, ആരെങ്കിലും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് പറഞ്ഞാൽ അയാളോടൊപ്പം അകത്തേക്ക് പിശാചിന് കയറാൻ സാധിക്കുകയാണ്. അങ്ങനെ പറയാതെ ആരെങ്കിലും പ്രവേശിച്ചാൽ അയാളോടൊപ്പം പിശാചിനും അവന്റെ കൂട്ടാളികൾക്കും അകത്തേക്ക് കയറാനുള്ള അനുമതി ലഭിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് ദുആ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറുമ്പോഴും ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന പ്രാർത്ഥന കൂടി നമുക്കുണ്ടാകണം. അങ്ങനെ ഒരാൾ അകത്തേക്ക് പ്രവേശിച്ചു, ഇത് ചൊല്ലാതെ ഒരാൾ അകത്തേക്ക് പ്രവേശിച്ചാൽ നമ്മൾ പറഞ്ഞു അയാളോടൊപ്പം പിശാചും കയറും. ഇനി അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാതെയാണ് കഴിക്കുന്നതെങ്കിൽ അയാളോടൊപ്പം പിശാചും അവന്റെ കൂട്ടാളികളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും. മറ്റേയാളോ ആ ദുആ ചൊല്ലിക്കൊണ്ട് പ്രവേശിച്ചയാളും അയാൾ പ്രവേശിക്കുമ്പോൾ പിശാചും കൂട്ടാളികളും പുറത്തു നിന്നുകൊണ്ട് പരസ്പരം പറയാം, ഇന്ന് നമുക്ക് ഇവിടെ അഭയവുമില്ല, ഭക്ഷണവുമില്ല. മറ്റേയാൾ അകത്തേക്ക് കയറി ദുആ ചൊല്ലാതെ കയറിയയാളോടൊപ്പം കയറുന്നവർ പറയും, ഇന്ന് നമുക്കിവിടെ അഭയവുമുണ്ട്, ഭക്ഷണവുമുണ്ട് എന്ന് പറയും. അപ്പോൾ ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ മര്യാദകൾ, ഈ ഒരു ദിക്റുകളും ദുആകളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ അതിന്റെ ഏതെങ്കിലും ഒരു അംശം പാരായണം ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അതിന്റെ അവസാനത്തെ 2 ആയത്തുകൾ ആമന റസൂലും ലാ യുകല്ലിമു എന്ന് തുടങ്ങുന്ന 2 ആയത്തുകൾ രാത്രിയിൽ നമ്മൾ ചൊല്ലിയാൽ അയാൾക്കത് മതിയായതാണ്. രാത്രി ആരെങ്കിലും ഈ 2 ആയത്തുകൾ ചൊല്ലിയാൽ അത് മതി, പിന്നെ മറ്റൊന്നും അയാളുടെ സംരക്ഷണത്തിന് ആവശ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ 2 ആയത്തെങ്കിലും സൂറത്തുൽ ബഖറയിൽ നിന്നും എല്ലാ രാത്രിയിലും നമ്മളുടെ വീടുകളിൽ നമ്മളും നമ്മളുടെ കുടുംബാംഗങ്ങളും ചൊല്ലുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. പിശാചിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കുവാനായി ഇപ്പോൾ കഴിവതും പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.